afternoon all. Good afternoon. Good afternoon. Okay, good afternoon. Good afternoon. Good afternoon. നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ അല്ലെ കുറച്ച് അധികം നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് എടുത്തത്. എന്താ എടുത്തു കൊടുത്താൽ എങ്ങനെ? ഹലോ, ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? EFT വരെ പറഞ്ഞു മാം. 25 വരെ പറഞ്ഞു. 26 ഫ്ലോ മീറ്റർ. നമ്മള് യൂറോഫ്ലോമീറ്റർ തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. അതുവരെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നു അല്ലെ? വലിയ ഇതുകളൊന്നുമില്ല. നമ്മള് എന്തായാലും അത്യാവശ്യം ക്ലാസ്സിൽ സ്ലോ ആയിട്ട് തന്നെ പോയത്. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് യൂറോഫ്ലോമീറ്റർ തുടങ്ങിയാണ്. അതിലെ പ്രധാനമായിട്ട് യൂറോഫ്ലോമീറ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? നമ്മുടെ യൂറിന്റെ, അതായത് നമ്മളെ ECG പോലെ തന്നെ ആ ഒരു ഗ്രാഫ് അവിടെ കൃത്യമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ഈ ഒരു മെഷീന്റെ, ഈ ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നിർണ്ണയിച്ചു തരും. അതായത് നമുക്കറിയാം യൂറിനോ അല്ലെ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുമ്പോഴാണ് ഈ ഒരു ടെസ്റ്റിന് വിധേയമാകുന്നത്. അതില് എന്താണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? എത്ര സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് തന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ മതിയായ അളവിൽ തന്നെ അത് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അല്ലെ, അതിന്റെ ഫ്ലോയും കാര്യങ്ങളും സ്പീഡും സമയത്തിന്റെ ഇതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറോഫ്ലോമീറ്റർ ഉപയോഗിക്കുന്നത്. നോക്കാം, യൂറോഫ്ലോമീറ്റർ ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. അതായത് യൂറിൻ അല്ലെ, യൂറിൻ പാസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന എത്രത്തോളം അല്ലെ, അത് എത്രത്തോളം ഫ്ലോ, അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് അത് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞാണോ, യൂറിനായിട്ടുള്ള ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നതിനാണ് ഈ യൂറോഫ്ലോമീറ്റർ അതിന്റെ ഉപയോഗം വരുന്നത്. The speed of a urine flow is calculated electronically and evaluated how well the urinary tract works. അതായത് അതിന്റെ ഒഴുക്ക് അല്ലെ, അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചിട്ടാണോ, അതിന്റെ ഫ്ലോയില് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിട്ടാണോ ഈ യൂറിൻ ഇങ്ങനെ സാധാരണ രീതിയിൽ. ഓക്കെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് നമുക്ക് എന്തായാലും വേഴ്സുകൾ കഴിയട്ടെ. എന്തായാലും എടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് തീരുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ അത് ഇത്തിരി ടഫായിട്ടുള്ള ഒരു ഭാഗം എന്നറിയാം, കാരണം ലോ ആണല്ലോ, നിയമങ്ങളാണ് പൊതുവെ ഇതിൽ പറയുന്നത്. ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതില് യൂറോഫ്ലോമീറ്റർ ഞാൻ എന്തായാലും ക്ലാസ്, അതായത് നമുക്ക് എടുക്കാനുള്ള ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ സമയം ഉണ്ടാവും, തീർച്ചയായിട്ടും എടുക്കാം. അപ്പൊ യൂറോഫ്ലോമീറ്റർ എന്താ പ്രധാനമായിട്ട് പറയുന്നത്? അതിന്റെ ആ ഫ്ലോ അല്ലെ, അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിട്ടാണോ, അല്ലെങ്കിൽ കൃത്യമായ സമയത്തിനുള്ളിൽ യൂറിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മതിയായ അളവിൽ തന്നെ യൂറിൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറോഫ്ലോമീറ്റർ ഉപയോഗിക്കുന്നത് എന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ആണ്. നമ്മള് ചെറുപ്പം മുതലൊക്കെ അല്ലെ, ചിലപ്പോഴൊക്കെ നമ്മൾ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് സൂക്ഷ്മദർശിനി എന്നുള്ള ലെവലില് നമ്മള് അല്ലെ മനസ്സിലാക്കാറുള്ള ഒരു മെഷീനാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. The base is the support mechanism. Binocular microscope is a microscope with a head that has two eyepiece lenses. അതായത് നമുക്കറിയാം
ഒരു ഇതിലൂടെ തന്നെ അല്ലെ, രണ്ട് ലെൻസിന്റെ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഇതിലൂടെ തന്നെ ഒരു വിസിബിൾ ആയിട്ടുള്ള ലെൻസിൽ കൂടെ തന്നെ രണ്ട് കണ്ണിനും നമുക്ക് നോക്കിയിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം സൂക്ഷ്മജീവികളൊക്കെ ആണെങ്കിൽ അതിന്റെ ഘടനയും വലിപ്പവും എല്ലാം വികസിപ്പിച്ചിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഉപകരണമാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. അറ്റ് പ്രസന്റ് binocular is generally used to refer to compound or high power microscope where the two eyepiece view through a single objective lens. ഒരു സിംഗിൾ ലെൻസിലൂടെ രണ്ട് നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ വീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ, ഇൻ കേസ് വൈറസ്, ഫംഗസ്, സൂക്ഷ്മജീവികളായിട്ടുള്ള എല്ലാ കണങ്ങളും അത് നമുക്ക് അതിന്റെ ഘടനയെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന്. വായിച്ചു നോക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അതെ ഐപീസ് ലെൻസ്. ഐപീസ് ലെൻസസ് ഹെഡ് ദാറ്റ് ടു, അതായത് നമ്മൾ ഒരു ഇതിലൂടെ തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അതില് at present binocular is generally used to refer to compound or a high power microscope where the two eyepiece viewer through a single objective lens. ഒരു ലെൻസിലൂടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ രണ്ട് ഇതിലൂടെ തന്നെ നമുക്ക് അത് വിഷ്വലി കാണിച്ചു തരും. നമുക്ക് അറിയാം രണ്ട് ഐയും കൂടി നമുക്ക് ഒന്നിച്ച് ഒരു സിംഗിൾ ഇതിൽ തന്നെ നോക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ സിംഗിൾ ഇതിലൂടെയാണ് നമ്മൾ രണ്ട് കണ്ണിന്റെയും അല്ലെ ആ ഒരു ലെൻസ് ഉപയോഗിക്കുന്നത്. രണ്ട് കണ്ണിനും അത് വ്യക്തമായിട്ട് വീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് സെൻട്രിഫ്യൂജ്. എന്താണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്? ഒരു മെഷീൻ തന്നെയാണ്. അതിൽ കുറച്ച് ഇതുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു നമ്മുടെ ടെസ്റ്റ് ട്യൂബുകളൊക്കെ ഇടാൻ മാതിരിയുള്ള ഓപ്ഷൻസ് ഒക്കെ അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. സെൻട്രിഫ്യൂജിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണയായിട്ട് അല്ലെ ഒരു ഇതുകളൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് വരുമ്പോൾ കേസ് നമ്മൾ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളിലെല്ലാം അല്ലെ നമ്മുടെ ബ്ലഡില് അല്ലെങ്കിൽ യൂറിനിലൊക്കെ എത്രത്തോളം കൗണ്ട് ഉണ്ട്, എത്രത്തോളം ഇതുകളാണ് അല്ലെ നമ്മളിപ്പോ മിക്സ് ആയിട്ടുള്ളതിൽ വേർതിരിക്കാൻ പറ്റുന്ന കണങ്ങളെ വിവേചിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവും. സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്. അത് സാധാരണയായിട്ട് ലബോറട്ടറികളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ എ ലിക്വിഡ്. അതായത് നമുക്ക് ഒരു ഇതിൽ തന്നെ ഒരു ട്യൂബിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണണമെങ്കിൽ, വിസിബിൾ ആകണമെങ്കിൽ ഇപ്പൊ ഇത്രയും ഭാഗം അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ്, ഇതൊക്കെ ലിക്വിഡ് ആണ്. അപ്പൊ ആ ഒരു ഭാഗം ഇപ്പോൾ ബ്ലഡിൽ തന്നെ ഇത്രയും ഭാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വിധേയമാകുമ്പോൾ അതിൽ ഇന്ന കൗണ്ടുകൾ സെപ്പറേറ്റ് ഭാഗമാണ്, ഇത്രയും പോർഷൻസ് ഇതിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് എന്ന് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി സെപ്പറേഷൻ ഈസ് അറ്റൈൻഡ് ബൈ സ്പിന്നിങ് എ വെസൽ that contain material at a high speed. The centrifugal force propel heavier materials to the outside of the vessel. അതായത് നമ്മൾ ട്യൂബിലോ അല്ലെങ്കിൽ വെസൽ പാത്രങ്ങളിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഡെൻസിറ്റി, അതായത് നമ്മുടെ സാന്ദ്രത അനുസരിച്ചിട്ട് അതിനെ സെപ്പറേഷൻ അറിയണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ. അതായത് ഒരു ബ്ലഡിലാണെങ്കിലും അല്ലെങ്കിൽ യൂറിനിലാണെങ്കിലും അതിന്റെ ചില കണ്ടന്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്ന് സെപ്പറേറ്റ് ചെയ്ത് വിഷ്വലി കാണുവാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് സെൻട്രിഫ്യൂജ് ഫംഗ്ഷൻ മെഷീൻ ഉപയോഗിക്കുന്നത്.
അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് ആ പോർഷൻസിലെല്ലാം തന്നെ ട്യൂബില് അല്ലെങ്കിൽ വെസലുകളെല്ലാം മതിയായ അളവില് അതിന്റെ എത്രത്തോളം ഫ്ലൂയിഡ് ആണോ ലിക്വിഡ് ആണോ അതിന് ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് എന്താണ് ഒരു നിശ്ചിത അളവില് അത് ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഖരപദാർത്ഥങ്ങൾ അതായത് അടിഞ്ഞുകൂടാവുന്ന ഭാഗങ്ങളെല്ലാം താഴേക്ക് അടിഞ്ഞ് ബാക്കി ലിക്വിഡ് പോർഷൻസ് എല്ലാം മുകളിൽ തെളിഞ്ഞു നിന്ന് വ്യക്തമായിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് അതിലൊരു ഏത് സംഭവമാണോ, ഏത് ലിക്വിഡോ ഫ്ലൂയിഡ് എന്ത് ഗ്യാസ് തന്നെയാണെങ്കിലും എന്തിലാണെങ്കിലും എത്രത്തോളം ഇതിൽ ഗ്യാസ് വന്നിട്ട് എത്രത്തോളം ലിക്വിഡ് ആണ്, എത്രത്തോളം ഖരപദാർത്ഥങ്ങളാണ് ഇത് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്ന് സെപ്പറേറ്റ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അത് നോട്ടിഫൈ ചെയ്യാൻ മാതിരി സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനാണ് സെൻട്രിഫ്യൂജ് മെഷീൻ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ലബോറട്ടറികളിലാണ് ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അതായത് സാമ്പിൾ ട്യൂബുകളിൽ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി സെൻട്രിഫ്യൂജൽ റേഡിയേഷൻ ആക്സിലേറ്റർ സാന്ദ്രത കൂടിയ കണങ്ങളെ ട്യൂബിന്റെ അടിയിൽ സ്ഥിരമാക്കി മാറ്റുകയും ബാക്കിയുള്ളവ സാന്ദ്രത കുറഞ്ഞ പദാർത്ഥങ്ങളെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്നതിൽ ഇത്രയും പൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ചില വസ്തുക്കൾ അത് നഗ്നമാകല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇതിൽ എത്രത്തോളമായിട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെ ഖരപദാർത്ഥങ്ങളായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനിലെ ഏത് ഭാഗമാണോ ഉള്ളതെന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് കൃത്യമായിട്ട് സെൻട്രിഫ്യൂജിന്റെ മെഷീന്റെ സഹായത്തോടു കൂടിയാവുമ്പോൾ അത് ഓരോന്നിലും എത്രത്തോളം സെപ്പറേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ആ ഒരു ഹൈ സ്പീഡിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അങ്ങനെയാണ് എന്താണ് കൂടുതൽ സാന്ദ്രത കൂടിയ ഭാഗങ്ങൾ താഴേക്കും സാന്ദ്രത കുറഞ്ഞവ മുകളിലേക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തെളിഞ്ഞു വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. യോ എന്താണ് സെൻട്രിഫ്യൂജ് എന്നുള്ളത്? ഞങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഞങ്ങൾ വായിച്ചു നോക്കി പോകണോട്ടോ. എന്തായാലും ആ പേര് കേൾക്കുമ്പോ തന്നെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്, എന്താണ് സെൻട്രിഫ്യൂജ്, എന്താണ് അതല്ലെങ്കിൽ യൂറോഫ്ലോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗവും ആ വേർഡ് അല്ലെ വേർഡ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വരുന്ന കേസ് ഇത് എക്യുപ്മെന്റ്സ് എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതായത് നമുക്ക് എക്സാമിന് മാത്രമല്ല ജീവിതത്തിലും ഉപകാരപ്രദമായ ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ഏതെങ്കിലും വസ്തുക്കൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണ് നെയ്ബേഴ്സിനോ അല്ലെങ്കിൽ കസിൻസിനോ ആർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള മെഷീനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉപയോഗപ്രദം അല്ലെ എന്തെങ്കിലും ഉപയോഗിക്കുകയെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇത് പഠിക്കുമ്പോൾ ക്യാച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്കത് മനസ്സിലായി അല്ലെ. എന്ത് തന്നെ വന്നാലും അഭിമുഖീകരിക്കണം. ഇൻ കേസ് ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ പിടിപെട്ടാലും ഇതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് ഗ്രഹിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോ നിങ്ങൾ പഠിച്ചു പോവുക. എന്തായാലും കുറച്ച് സമയം എടുത്തെടുത്താണ് പഠിപ്പിക്കുന്നത്. ഓരോ ഭാഗം കഴിയുമ്പോഴും ആ ഒരു എന്തിനാ ഉപയോഗിക്കുന്നതെന്നും അതിന്റെ പേര് എന്താന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മിനി റോട്ടറി ഷേക്ക് ആണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞ മാതിരി തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളല്ലേ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കുറച്ച് അല്ലെ കുറച്ചളവിൽ ഇന്ന സാധനമുണ്ട്, മറ്റു കുറച്ചളവില് ഇന്ന പദാർത്ഥമുണ്ട്, അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചില ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അത് മിക്സ് ചെയ്യണമെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പുൽകി നമുക്ക് മിക്സ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെ. നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എല്ലാത്തിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ടെസ്റ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കുമ്പോൾ കുറച്ചളവില് ഇന്നത് ഉപയോഗിക്കണം, കുറച്ചളവില് മറ്റൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ
എന്താണ് ഓരോന്നും ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അതിനുപയോഗിക്കുന്ന ഒരു മെഷീനാണ് മിനി ലോട്ടറി ഷേക്ക്. അതായത് പദാർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്ന ട്യൂബിലെ അല്ലെങ്കിൽ ഗ്ലാസ്സിലെ വെസൽസിലുള്ള പദാർത്ഥങ്ങളെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് മിക്സ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ഉപയോഗമാക്കാൻ വേണ്ടി നോക്കാം. ഇറ്റ് ഹെൽപ്പ് ടു മിക്സ് ഫ്ലൂയിഡ്സ് in test tubes and the glass vessels of different volumes. അതായത് വ്യത്യസ്ത തരത്തിലുള്ള അളവിൽ തന്നെ ട്യൂബിലെ ഗ്ലാസ് വെസൽസിലൊക്കെ കൊടുത്തിരിക്കുന്ന മിശ്രിതങ്ങളെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിനി ലോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നത്. These shakers find applications in pathology, microbiology, chemistry, molecular biology അങ്ങനെയുള്ള അല്ലെ നമുക്കറിയാം ഗവേഷണത്തിന് വേണ്ടിയിട്ട് കെമിസ്ട്രി രസതന്ത്രത്തിലൊക്കെ നമുക്കറിയാം കുറച്ചല്ലേ നൈട്രജൻ ഫോസ്ഫേറ്റും അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് അതല്ലെങ്കിൽ മൈക്രോബയോളജി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സൂക്ഷ്മ ജീവികളുടെ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറെ അല്ലെ എന്തുകൊണ്ട് ഈ രോഗം വന്നു രോഗാവസ്ഥയ്ക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രോഗം വന്നിരിക്കുന്നത്. അങ്ങനെ പാത്തോളജി വിഭാഗക്കാരൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നവരാണ്. അവരൊക്കെയാണ് സാധാരണയായിട്ട് മിനി ലോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നത്. മിനി ലോട്ടറി ഷേക്ക് എന്ന് വെച്ചാൽ എന്താണ് കൊടുത്തിരിക്കുന്ന ഒരു ട്യൂബില് അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങളെ മിക്സ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിനി ലോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നത്. അതും എന്താണ് ഇലക്ട്രിക്കലായിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് ചൂടും അനുസരിച്ചിട്ട് തന്നെ അതിങ്ങനെ കറങ്ങി അതിന്റെ മിക്സിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൃത്യസമയത്തില് ഇലക്ട്രിക്കലായിട്ട് തന്നെ നിർവഹിക്കുന്നു. അയച്ചു നോക്കാം. അയച്ചു നോക്കിയോ? ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ട്രീറ്റ്മെന്റ്? എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ്. അതായത് നമുക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട് സ്ട്രെസ് വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭാവഭേദം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. ഓൾസോ നോൺ ആസ് എ കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ്. ദിസ് ഈസ് എ cardiological test that evaluates the heart's capacity to respond to external stress in a controlled clinical environment. അതായത് നമുക്കറിയാം ഒരു കൊടുക്കൽ അല്ലെ ചികിത്സയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സ്ട്രെസ്സുകൾ അദ്ദേഹത്തിന് ഒരു കാർഡിയാക് ആയിട്ടുള്ള പേഷ്യന്റിന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ അത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മള് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അല്ലെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും എന്താണ് ഇന്ത്യൻ മെഡിസിൻ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷനോ സ്പെസിഫിക്കോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെന്നോ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടൊക്കെ ഇത്തരത്തിലുള്ള കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ് നിർവഹിക്കും. അത് സ്ട്രെസ് ടെസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അപ്പൊ അത് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അത് ഇലക്ട്രിക് സപ്പോർട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. എന്താണ് ഹാർട്ട് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്ട്രെസ് ഇൻ എ കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയറൺമെന്റ്. ദ സ്ട്രെസ് റെസ്പോൺസ് ഇസ് പെർസ്യൂഡ് ബൈ എക്സൈറ്റ് ഓർ ബൈ ഡ്രഗ് സ്റ്റിമുലേഷൻ. അതായത് ഇങ്ങനെയുള്ള റെസ്പോൺസ് അത് ഏതുകൊണ്ട് എന്തിന്റെ പ്രേരണയാലാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അതിനനുസരിച്ചിട്ട് ഡ്രഗും കാര്യങ്ങളും അല്ലെ അതനുസരിച്ചിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്. ജസ്റ്റ് വായിക്കാം. കേസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ അതിന്റെ ഒരു ചിലപ്പോഴൊക്കെ നമുക്കല്ലേ എന്തെങ്കിലും പേടിക്കുന്ന കാര്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോയതാണ്. അപ്പൊ ക്രമരഹിതമായിട്ട് എന്തെങ്കിലും സ്പന്ദനമോ ഹൃദയത്തിന്റെ പേശികളിലെ തകരാറ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേ നമുക്കറിയാം ഹേർട്ടിന് അത് എന്താണ് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ഒരു കപ്പാസിറ്റിക്ക് പെട്ടെന്ന് ചിലപ്പോ ഒക്കെ പടപടാന്ന് ഹൃദയം ഇടിക്കും,
ചിലപ്പോ അങ്ങനെ സ്ലോ ആയി പോകണം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോഴേ എന്താണ് വ്യക്തിക്ക് സംഭവിക്കുന്നത് അതിൽ നിന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, പറയാം. അതായത് നമ്മള് സാധാരണയായിട്ട് ഇതിന്റെ ടെസ്റ്റിന് വിധേയമാകുന്നത് ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നാണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മർദ്ദം കൊടുക്കുക, അല്ലെ? ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉളവാക്കി കൊടുക്കുക. എന്നിട്ട് ആ സമ്മർദ്ദത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ എന്തെങ്കിലും ഇത് വരുമ്പോഴെന്താണ് പെട്ടെന്ന് തന്നെ ഹൃദയത്തിന് ആ ഒരു ഭാവഭേദങ്ങൾ ഉണ്ടാവും, അല്ലെ? പെട്ടെന്ന് ചിലപ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുന്നത്. ആ റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് ശരിക്കും ഇത് മോണിറ്റർ ചെയ്തെടുക്കുന്നത്. ഇത് ട്രീറ്റിംഗിന്റെ ടെസ്റ്റ് കൊണ്ട് മോണിറ്റർ ചെയ്തെടുക്കുന്നത്. ഓൾസോ നോൺ ആസ് cardiac stress test. This is a cardiological test that evaluates the heart's capacity, heartന്റെ capacity to respond to external stress in a controlled clinical environment. അതായത് ഏതെങ്കിലും കണ്ടാവും ഒരു വ്യക്തി നിൽപ്പുണ്ട്, അദ്ദേഹത്തിന്റെ കൺട്രോളിങ്ങിലാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സ്ട്രെസ് കൊടുക്കുന്നത്, എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു വെല്ലുവിളി കൊടുക്കുന്നത്, ആ ഒരു സ്ട്രെസ്, അതായത് ആ ഒരു മർദ്ദത്തിന്റെ ഇതില് ഇദ്ദേഹം സ്വന്തമായിട്ട് ഹേർട്ട് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന് വിഷ്വലി മോണിറ്റർ ചെയ്തെടുക്കുന്നുമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ഇപ്പം എന്തെങ്കിലും സമ്മർദ്ദം കിട്ടുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ പിക്ചർ മോണിറ്റർ ചെയ്തതിനു ശേഷമാണ് ഡോക്ടർ ബാക്കി മെഡിസിനും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ നിർണ്ണയിക്കുന്നത്. അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കാർഡിയാക് ടെസ്റ്റ് ആണ്. എന്തെങ്കിലും സ്ട്രെസ് കൊടുക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കാതെ ഗ്ലൂക്കോമീറ്റർ ഒക്കെ എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനു വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുക. ആരെങ്കിലും മെസ്സേജ് ചെയ്യോ? ഇങ്ങനെയൊക്കെ ഉള്ളത് ചെറുതൊക്കെ നമ്മൾ അല്ലേ വല്ലപ്പോഴൊക്കെ റയറായിട്ട് കേൾക്കുന്നത് എന്തായാലും ഞാൻ തന്നെ പറയും, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അത് ഗ്ലൂക്കോമീറ്റർ ആണ്. ഷുഗർ ലെവല് അറിയാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയുടെ അളവ്, അല്ലെ? നമ്മളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ മെസ്സേജ് അയച്ചപ്പോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പല കേൾക്കാത്തവരും ആണെങ്കിലും ആ പേര് എന്താണെന്ന് എന്തായാലും എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. ഗ്ലൂക്കോമീറ്റർ. ഈ ഗ്ലൂക്കോസ് മീറ്റർ is a medical equipment which is used to determine the proper concentration of glucose in the blood. ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് അത് എത്രത്തോളം എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്. It can also be a piece of glucose paper immersed into a substance and measured to the glucose channel. അതായത് നമുക്കറിയാലേ എങ്ങനെയാണ് സാധാരണ നമ്മുടെ ബ്ലഡ് ചെയ്തിട്ട് അതിലൂടെ ആ ഗ്ലൂക്കോസിന്റെ പേപ്പർ ഇത് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് തന്നെ അവിടെ മോണിറ്റർ ചെയ്ത് കാണിക്കും എത്രത്തോളമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവിടെ വിഷ്വലി കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഷുഗർ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നത്. ഓക്കെ, ഗ്ലൂക്കോമീറ്റർ എന്താണെന്ന് വായിച്ചു നോക്കാം. ഇംപ്രസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങുക, അല്ലെ? മുക്കുക. നോക്കിയോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റില് നമുക്ക് നോക്കാം എന്താണ് ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ, ഇൻഫ്യൂഷൻ പമ്പ് ഞാൻ പറയാം. ആ ഇൻഫ്യൂഷൻ പമ്പ് ഇഞ്ചക്സ് മിനി റോട്ടറി ഷീറ്റ്, സോറി
ഞാൻ ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ട് വായിച്ചില്ല. ഞാൻ എടുത്തതായിരിക്കും കേട്ടോ. മിനി റോട്ടറി ഷേക്ക് മിസ്സായതാണോ? നിങ്ങൾക്ക് ക്ലാസ് മിസ്സായി പോയതാണോ? മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ട്യൂബില്, ടെസ്റ്റ് ട്യൂബില് അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസില് പല പദാർത്ഥങ്ങളും ഒന്നിച്ച് മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അതിപ്പോ നമുക്കറിയാം രോഗനിർണയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കെമിസ്ട്രി ശാസ്ത്രശാഖയിലോ മോളിക്കുലർ ബയോളജിയിലൊക്കെ എങ്ങനെ തന്നെയാണ് നമ്മള് എന്താണ് രോഗനിർണയം നടത്താനും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രതിപ്രവർത്തനമൊക്കെ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബിൽ തന്നെ പല മിശ്രിതങ്ങളും ഒന്നിച്ച് ലയിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒന്നിച്ച് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് മിനി റോട്ടറി ഷേക്ക്. അത് ഒന്നിച്ച് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മെഷീന്റെ സഹായത്തോടു കൂടി കൈകാര്യം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്നിച്ച് തന്നെ പല ട്യൂബുകളെ ഒന്നിച്ച് തന്നെ പല ട്യൂബുകൾ അവിടെ പ്രൊവിഷൻ ഉണ്ട്. ഓരോ ട്യൂബുകൾ അനുസരിച്ചിട്ടാണ് അത് നിറച്ച് പോകുന്നത്. അത് അങ്ങനെ കൃത്യമായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് പോകും. അതിന്റെ ഓരോന്നിന്റെ ഓരോ അനുസരിച്ചിട്ട് തന്നെ അതിങ്ങനെ കറങ്ങി അത് മിക്സ് ചെയ്ത് പോകും. ക്ലിയർ ആയോ? മിനി റോട്ടറി ഷേക്ക് യോ? ആരോ ഒരു 29ാമത്തെ ചോദിച്ചു, അതാണ്. അപ്പൊ ഗ്ലൂക്കോമീറ്റർ വായിച്ചു നോക്കിയോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇൻഫ്യൂഷൻ പമ്പാണ്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ലാസ്റ്റ് എടുക്കാം കേട്ടോ. ഇനി ഓരോന്നോരോന്നൊന്നുകൂടി ലാസ്റ്റ് എടുക്കാം. എന്താണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകൂടി എന്തെങ്കിലും ക്ലിയർ ആവാൻ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ചോദിക്കാം. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ ആ ഇൻഫ്യൂഷൻ പമ്പ് ഇൻജെക്ട്സ് ഫ്ലൂയിഡ്സ് മെഡിക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻടു എ പേഷ്യൻസ് സർക്കുലേറ്ററി സിസ്റ്റം. അതായത് സാധാരണ രീതിയിൽ നമുക്കറിയാം ഇൻഫ്യൂഷൻ പമ്പിന്റെ പ്രത്യേകത നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങള് അല്ലെങ്കിൽ എന്താണ് ലിക്വിഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സുകൾ ദ്രവ്യ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ശരീരത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. ആവശ്യമായ അളവില് നമുക്ക് ഇൻജക്റ്റിന്റെ സഹായത്തോടു കൂടി ഇൻജക്ട് ചെയ്ത് തന്നെയാണ് ഈ പമ്പിലൂടെ പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ്സും മെഡിക്കേഷൻസും ന്യൂട്രിയൻസ് ഒക്കെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അതിനെ വേണ്ടിയിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് അതാണ് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം. ആ ഒരു വ്യവസ്ഥയ്ക്ക് അതായത് വലിയ ജീവൻ അപാകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മരുന്നുകളെല്ലാം കൃത്യമായിട്ട് രോഗിക്ക് ലഭ്യമാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവീനിയസ്ലി ഓൾസോ എന്താണ് പറയുന്നത് സബ്ക്യൂട്ടീനിയസ് then arterial and sometimes used for epidural infusion. അതായത് നമ്മള് നേരത്തെ ഞങ്ങൾ ഇതിക്ക് മുമ്പ് ഇൻഫ്യൂഷൻ പമ്പിന് മുമ്പ് ഒരു സിറിഞ്ച് പമ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അതായത് ഇതിന് ചെറിയ കുറച്ചും കൂടി ഓപ്ഷൻ ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഇൻട്രാവീനിയസ് അതായത് ഞരമ്പിലൂടെയാണ് നമ്മൾ ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും മെഡിസിൻസ് ഒക്കെ കനാൽ വഴിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിൽ അത് മാത്രമല്ല എന്താണ് സബ്ക്യൂട്ടീനിയസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ഇപ്പൊ കൊഴുപ്പുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് വെച്ചു അതിനെയൊക്കെ കൊഴുപ്പിനൊക്കെ ലയിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കും. അതേമാതിരി തന്നെ ധമനികളിൽ അതായത് ആർട്ടറിയലും ധമനികളിൽ വേണമെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കാം. സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. അതായത് തണ്ടൽ വേദനയൊക്കെ വരുമ്പോൾ സുഷുമ്നാ നാഡികളിലൊക്കെ നമുക്ക് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. ചിലപ്പോൾ അതിന് ഫലമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഫ്യൂഷൻ പമ്പ് സ്പൈനൽ ബോർഡിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നതാണ്. അപ്പൊ ഇൻഫ്യൂഷൻ പമ്പിന്റെ പ്രത്യേകത നമുക്ക് ചെറിയ അളവില് അല്ലെങ്കിൽ കൂടുതൽ എത്രത്തോളം അളവിനനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് ഡിസൈഡ് അനുസരിച്ചിട്ട് തന്നെ രോഗിക്ക് മെഡിസിൻസും അതേമാതിരി തന്നെ ന്യൂട്രിയൻസ് എല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഇൻട്രാവീനിയസിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ എന്താണ് സബ്ക്യൂട്ടീനിയസിന്റെ പ്രത്യേകത സ്കിന്നിന്റെ അടിയിലൂടെ നമുക്ക് പുഷ് ചെയ്തു നമുക്ക് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കും.
Then arterial അല്ലെങ്കിൽ sometimes used for epidural infusion. അതായത് നമ്മള് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാലോ നട്ടലിലൂടെയൊക്കെയാണ് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ആ സ്പൈനൽ കോഡിലേക്ക് ചിലപ്പോൾ അധികം ഇതുകളല്ലേ നല്ല മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യും. അതെ, അതാണ് ഞാൻ ഓരോന്നും ഞാൻ എടുത്തു പറഞ്ഞത്. എന്തിനാണ് ഇൻട്രാവീനിയസ്ലി പറഞ്ഞതും സബ്ക്യൂറ്റീനിയസ് പറഞ്ഞത്. സബ്ക്യൂറ്റീനിയസ് ഞാൻ പറഞ്ഞു സ്കിന്നിന്റെ അടിയില് ചിലപ്പോണെങ്കിൽ കൊഴുപ്പിനെയൊക്കെ നയിച്ചു കഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. ആർട്ടറിയൽ ആൻഡ് മഹാധമനികളിലേക്കും അതേപോലെ സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ, അതായത് നമ്മുടെ നട്ടലിലേക്ക് സ്പൈനൽ കോഡുകളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മെഡിസിൻസും പോഷക സമൃദ്ധമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വായിച്ചു നോക്കാം. ക്ലിയർ ആയില്ലേ? ഇൻഫ്യൂഷൻ പമ്പ് ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഇൻട്രാവീനിയസ്ലി എന്ന് പറയുന്നത് ഞരമ്പിലൂടെ നമ്മൾക്ക് മെഡിസിൻസും ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കനാൽ വഴി നമ്മൾ മിക്കപ്പോഴും മിക്ക ചാപ്റ്റേഴ്സിലും പറയാറുള്ളതാണ്. അത് ഞരമ്പിലൂടെയാണ് അത് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സബ്ക്യൂറ്റീനിയസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിന്നിന്റെ അടിയിലേക്ക് മെഡിസിൻസ് ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആർട്രിയൽ എന്ന് പറയുമ്പോൾ ധമനികൾ വഴി നമുക്ക് വ്യത്യസ്ത മഹാധമനിയുണ്ട്, അങ്ങനെ വ്യത്യസ്ത സ്ഥിരകളും ഞരമ്പുകളും അങ്ങനെ മഹാധമനികൾ അങ്ങനെയൊക്കെ പ്രത്യേക ഇതുകളുണ്ട് അല്ലെ. അപ്പൊ സ്പെഷ്യലായിട്ട് അതിലേക്ക് എത്തിക്കാനായിട്ടും ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഭാഗത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഒരുപക്ഷെ നമുക്ക് സിറിഞ്ച് പമ്പില് ചില സ്പെഷ്യലായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതേസമയം ഇൻഫ്യൂഷൻ പമ്പിന് എല്ലായിടത്തേക്കും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കെല്ലാം ഈ ന്യൂട്രിയൻസും അതേമാതിരി തന്നെ മെഡിസിൻസ് ഒക്കെ എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ലാസ്റ്റ് പറയാം, 28th പോയിന്റ് ലാസ്റ്റ് പറയാം. അപ്പൊ നമ്മൾക്ക് ഇനി നിങ്ങൾക്കും കൂടി എന്താ പറയാ ചെയ്യാം അല്ലെ. എക്സ്റേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മെസ്സേജ് അയക്കാം. എന്തിനാണ് എക്സ്റേ നമ്മൾ എടുക്കാറുള്ളത്? എന്താ പറയാ നമ്മൾ എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറച്ചൊക്കെ നിങ്ങളും അറിയാവുന്നതാണ് അല്ലെ. എക്സ്റേയും CT സ്കാനും MRI സ്കാനൊക്കെ റിലേറ്റഡ് ആണ്. എക്സ്റേ എന്തിനു വേണ്ടിയിട്ടാണ്? ഇമേജിങ്. ഓക്കെ, ഇമേജിങ് എന്തിന്റെയൊക്കെയാണ് പ്രധാനമായിട്ടും എക്സ്റേ എടുക്കാറ് പൊതുവെ?
സാധാരണയായിട്ട് ഓക്കെ ബോൺസിന്റെ ഒക്കെയാണ് എക്സ്റേകൾ നമ്മൾ എടുക്കാറ്. എക്സ്റേ നമുക്ക് അറിയാലോ, ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കാറുണ്ട്, ബോൺസിന്റെ എക്സ്റേ ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇതിന്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണ് ഈ ഇഷ്യൂ വന്നതെങ്കിൽ നമ്മൾ ആ ഭാഗം മാത്രം എക്സ്റേ എടുക്കും അല്ലെ. ആ ഭാഗം മാത്രം എക്സ്റേ എടുക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു കൃത്യ പിക്ചർ നമുക്ക് എടുക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില പേഴ്സൺസിന് എന്താണ് അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലെ, പെട്ടെന്ന് ഒരു പെയിൻ വന്നു ഒക്കെ നടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചലിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു നിശ്ചിത ഭാഗത്തേക്ക് ഒരു സ്പെഷ്യൽ പെയിൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഒരുപാട് നമുക്കറിയാം ശ്വാസം മുട്ടൊക്കെ പോലെ ഒരുപാട് ചുമയൊക്കെ വരുമ്പോഴെന്താണ് അവര് ചിലപ്പോൾ ചെസ്റ്റിന്റെ ഒരു എക്സ്റേ ഒക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയും. അപ്പൊ അതൊരു പ്രത്യേക ഭാഗത്ത് തന്നെയാണ് എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. X-ray is a swift, pain-free procedure that is done to make images of the structures within the body, especially the bones. സാധാരണയായിട്ട് ബോൺസിന്റെ അല്ലെ പെട്ടെന്ന് കാലിട്ടത്, ആ കൈ വീഴുന്നു കഴിയുമ്പോ മുട്ടുക, ചതവുണ്ടാവുക, നേരം വിടറിപ്പോവുക, അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഡാമേജസ് ഒക്കെ സംഭവിക്കുമ്പോൾ എക്സ്റേ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ എത്രയും പെട്ടെന്നല്ലേ എന്തെങ്കിലും പെയിൻ വരുമ്പോ എത്രയും പെട്ടെന്ന് ഒരു എക്സ്റേ എടുത്തു കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് അതിന്റെ എന്തുകൊണ്ടാണ് ഈ പെയിൻ ഈ ഭാഗത്ത് വന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇമേജസ് അതായത് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടുകയും അതനുസരിച്ചിട്ട് തന്നെ ഡോക്ടേഴ്സിന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എക്സ്റേ എന്ന് പറയുന്നത് എക്സ്റേ പെയിൻ ഫ്രീ പ്രൊസീജിയർ ദാറ്റ് ഈസ് ഡൺ ടു മേക്ക് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി, എസ്പെഷ്യലി ദ ബോൺസ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ സാധാരണയായിട്ട് എടുക്കാറ്. ഈ സി ടി സ്കാൻ എന്താണ് ചെയ്യുന്നത്? സി ടി സ്കാന്റെ പ്രത്യേകത എന്താണ്? എക്സ്റേ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ഭാഗങ്ങളൊക്കെയാണ് അല്ലെ, എന്തെങ്കിലും ബോൺസിന്റെയോ എന്തെങ്കിലും പ്രത്യേക ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സി ടി സ്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അതിന്റെ പുറകെ തന്നെ പിടിക്കാം. നിങ്ങൾക്ക് കൂടെ ഒരു ഇന്ററാക്ഷന് സമയം തന്നതാണ്. ചില ചാപ്റ്റേഴ്സിലൊന്നും അതിനുള്ള ടൈം ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. സി ടി സ്കാനിന്റെ ബ്രെയിൻ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് സി ടി സ്കാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഡോക്ടേഴ്സിന് അറിയാം ചില ഭാഗങ്ങൾ അത് പക്ഷെ കൃത്യമായിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കേസ് അതേമാതിരി തന്നെ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് നമുക്ക് അങ്ങോട്ട് ശരി ഓരോരോ ഇമേജുകൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ബ്രെയിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മറ്റേതിന്റെ ഒരു വേറൊരു ഭാഗം, അങ്ങനെ സ്പെഷ്യലായിട്ട് എക്സ്റേ തന്നെയാണ് അവിടെയും വരുന്നത്, ഇമേജസ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ എല്ലാ ഭാഗങ്ങളും വേർതിരിച്ച് ഓരോ ആംഗിൾ എടുക്കാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു സി ടി സ്കാൻ അത് ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഭാഗം ഡോക്ടറിന് ഒരു പക്ഷെ നിർദ്ദേശിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നെർവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ബ്രെയിനിന്റെ ഒരു സി ടി അല്ലെ, അവര് അവിടെ ഒരു സി ടി സ്കാൻ എടുത്തുകൊണ്ട് വരണം എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അത് ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് ഡോക്ടറിന് അറിയാൻ പറ്റും ഏത് ഭാഗമാണ്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ അതൊരു സി ടി സ്കാൻ എടുത്തിട്ട് വരാനായിട്ട് പറയും. ഓക്കെ, കമ്പ്യൂട്ടർ ടെക്നോളജി സ്കാൻ ഓർ സി ടി സ്കാൻ യൂട്ടിലൈസ് ഓക്കെ എക്സ്പീരിയൻസ് ഗുഡ് ആണ്, കറക്റ്റ് ആണ്. എന്താണ് ബ്രെയിനിന്റെ യൂട്ടിലൈസ് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻ ഓഫ് മെനി എക്സ്റേ മെഷർമെന്റ്. നമുക്ക് മെഷർമെന്റ് എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് സാധാരണ സി ടി സ്കാൻ എടുക്കാൻ പറയാറുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് തന്നെ അല്ലെ നമുക്ക് മനസ്സിലാവും. സാധാരണ കാലൊക്കെ ഒടിയുമ്പോൾ എക്സ്റേ എടുക്കാൻ പറയും. പക്ഷെ മറ്റെന്തെങ്കിലും അല്ലെ നമുക്ക് തലവേദനയോ എന്തെങ്കിലും ബ്രെയിൻ എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ആണെങ്കിൽ ഡോക്ടറിനെ നിർദ്ദേശിക്കാൻ പറയും പറ്റും എന്താണ് ഒരു സി ടി സ്കാൻ എടുത്തിട്ട് വാക്ക് എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, യൂട്ടിലൈസ് കമ്പ്യൂട്ടർ പ്രോസസ്സർ കോമ്പിനേഷൻ ഓഫ് മെനി എക്സ്റേ മെഷർമെന്റ്സ് ടേക്കൺ ഫ്രം വേരിയസ് ആംഗിൾസ് ടു മേക്ക് ക്രോസ് സെക്ഷണൽ ഇമേജസ് ഓഫ് എ പർട്ടിക്കുലർ ഏരിയ ഓഫ് എ സ്കാൻഡ് ഒബ്ജക്റ്റ്, permitting the user to observe inside the object without the tearing. അതായത് നമുക്കറിയാം ഒരു അല്ലെ ഞരമ്പൊക്കെ ആകുമ്പോൾ അല്ലെ പഴയ കാലഘട്ടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോ ഭാഗം വേദന എടുക്കുന്നൊക്കെ പറയുമ്പോൾ ഓരോ ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. ഇപ്പൊ സി ടി സ്കാൻ ഒക്കെ വരുമ്പോൾ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ ഉള്ളിലേക്ക് തന്നെ എന്താണ് ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ കൃത്യമായിട്ടുള്ള ഇമേജസ് തരികയും അതിൽ നിന്ന് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് തന്നെ എന്താണ് രോഗം എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്.
അപ്പൊ എന്താണ് മുറിവുകളൊന്നും ഇല്ലാതെ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവൊന്നും ഉണ്ടാക്കാതെ തന്നെ അല്ലെ, മുറിവൊന്നും ഉണ്ടാക്കാതെ തന്നെ ആന്തരാവയവങ്ങളുടെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ട് എങ്കിൽ പ്രത്യേകം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് CT സ്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ആംഗിൾസ് എന്തെങ്കിലും അവരുടെയൊക്കെ ചലിപ്പിച്ച് കൊണ്ടുനടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഇതല്ലേ തലയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോൾ എന്തിനാണ് കേടുപാടും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് CT സ്കാൻ ആണ് സാധാരണയായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത്. വായിച്ചു നോക്കുക, എക്സ്റേയും CT സ്കാൻ ഒക്കെ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയറായോ? ഇത് നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. MRI സ്കാൻ. എക്സ്റേ എന്താണ്? CT സ്കാൻ ഒന്നുകൂടെയും പറയുന്ന CT സ്കാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതിൽ കാണിച്ചു തരുന്നത്. ഇതിൽ പറയുന്നത് മെനി എക്സ്റേസ് മെഷർമെന്റ് ടേക്കൻ. ഇപ്പൊ നമുക്ക് തലയുടെ ഒരു ഭാഗം ഒന്ന് എക്സ്റേ എടുത്തു, പിന്നെ മറ്റൊരു ഭാഗം എക്സ്റേ എടുത്ത്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എക്സ്റേ ഭാഗങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ചലിപ്പിക്കാനൊക്കെ പറ്റാത്ത സ്റ്റേജ് ആണെങ്കിൽ അങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്കറിയാം വ്യത്യസ്ത എക്സ്റേ എടുക്കുന്നേക്കാളും ഭേദം ഒന്നിച്ച് അല്ലേ നമുക്ക് ഒരു ഇമേജ് കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഈ CT സ്കാൻ ഉപയോഗിക്കാം. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറിവുകളൊന്നും ഇല്ലാവാതെ തന്നെ ഹിയറിംഗ് മുറിവുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ എന്ത് രോഗമാണെന്ന് ഈ CT സ്കാന് നോക്കിക്കഴിയുമ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നെർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ അതല്ലെങ്കിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഓപ്പൺ സർജറി ഒന്നും ചെയ്തിട്ട് കണ്ടെത്തുന്നേക്കാൾ ഉപരി തന്നെ കേസ് നമുക്കറിയാം ഇച്ചിരി കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് CTയിലൊന്നും വ്യക്തത ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഓപ്പൺ സർജറി അല്ലെ MRI ഒക്കെ എടുത്തിട്ട് വ്യക്തിയൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് ഓപ്പൺ സർജറി നടത്തി ചിലപ്പോൾ കണ്ടെത്തേണ്ടതൊക്കെ ആയിട്ട് വരും. പക്ഷെ പൊതുവെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് അല്ലെ ഓപ്പൺ സർജറി ഒക്കെ നടത്താറ്. രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് പൊതുവെ MRI സ്കാൻ CT സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സിന് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും എന്താണ് മാറ്റർ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതായത് മുറിവുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുണ്ടോ എന്ന് കൃത്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെയാണ് CT സ്കാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഡോക്ടറിന് അറിയാം ഇന്നൊരു ഭാഗത്താണ് ഈ വ്യക്തിക്ക് പെയിൻ വന്നത്. അപ്പൊ ആ ഒരു ഭാഗം കൃത്യമായിട്ട് തന്നെ CT സ്കാൻ എടുക്കാനായിട്ട് ഡോക്ടറിന് നിർദ്ദേശിക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഭാഗം തന്നെ CT സ്കാൻ എടുത്തു കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ ബുദ്ധിമുട്ട് എന്ന് ഡോക്ടർക്ക് കണ്ടെത്തിയിട്ട് രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ക്ലിയർ ആയോ എന്താണ് CT സ്കാൻ? ക്ലിയർ ആയില്ല? ഡൗട്ടുണ്ടോ? പോയ നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. MRI സ്കാൻ നമ്മൾ രണ്ടെണ്ണം കണ്ടു അല്ലെ, നമ്മൾ എക്സ്റേ കണ്ടു, CT സ്കാനും കണ്ടു. കേസ് ഇപ്പൊ ഡോക്ടറിനോട് വന്നിട്ട് നമ്മൾ രോഗി പറയാ പേഷ്യന്റ് പറയാണ് എന്താണെന്ന് അറിയില്ല, എവിടെയാണ് അതെ അതാണ് അതിന്റെ വ്യക്തമായ ആൻസർ. CT എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് പ്ലേസ് നമുക്ക് ഡോക്ടറിനും അല്ലെങ്കിൽ പേഷ്യന്റിനും ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. MRIയിലുള്ള പ്രത്യേകത എന്താണ്, എവിടെയാണ് രോഗാവസ്ഥ എന്ന് ഡോക്ടറിനോട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല.
രോഗിക്കും എവിടെയാണ് പെയിൻ എന്ന് കൃത്യമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ മസിലിലോ ജോയിന്റിലോ എവിടെയെങ്കിലും അല്ലെ, നമുക്കറിയാം ശരീരത്തിലെ വിവിധ ഇതുകളുണ്ട് അല്ലെ, എവിടെയാണ് സംതിങ് റോങ് എന്നുള്ളത്, എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഡോക്ടറിനും ഏത് ഭാഗത്താണെന്ന് അല്ലെ പേഷ്യന്റിനൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല എങ്കിൽ MRI സ്കാനുകൾ വിധേയമാകും. അതായത് MRI സ്കാൻ എന്ന് പറയുന്നത് ഫുൾ ബോഡി ചെക്കപ്പ് ആണ്. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഡോക്ടറിന് അറിയാൻ പറ്റും ഇവിടെയാണ് ഡിഫോൾട്ട് വന്നിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ രോഗിക്ക് വേദന വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ അസ്വസ്ഥതകളെല്ലാം എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടറിന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ MRI സ്കാൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് റിസോണൻസസ് ഇമേജിങ് അല്ലെ. അപ്പൊ ആ ഒരു ഇതിലെന്താ പറയുന്നത്, അപ്പൊ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത് മേക്സ് ഷുവർ ഓഫ് എ ലാർജ് മാഗ്നറ്റ് ആൻഡ് റേഡിയോ വേവ്സ് ടു ഒബ്സർവ് ഓർഗൻ സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള എല്ലാ ആന്തരിക അവയവങ്ങളെ കുറിച്ചൊക്കെ നിരീക്ഷണം നടത്താനായിട്ട് ഈ ഒരു എക്സ്റേ ഈ ഒരു സ്കാനിങ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മേക്ക് യൂസ് MRI സ്കാൻ ടു ഡയഗ്നോസ് വേരിയസ് ഓഫ് കണ്ടീഷൻ ദാറ്റ് എഫക്ട്. ഏത് രീതിയിൽ അല്ലെ നമുക്ക് ഏതിന്റെ വേണമെങ്കിലും രോഗം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. MRI സ്കാൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗമാണെങ്കിലും കണ്ടെത്താൻ സാധിക്കും, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട രോഗമാണോ എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും, ബോൺസ് ആൻഡ് ജോയിന്റ്സ് അല്ലെ മസിൽസിനോ ഞരമ്പുകൾക്കോ അല്ലെങ്കിൽ എല്ലുകൾക്കോ എന്തിനാണ് ഡാമേജസ് സംഭവിച്ചിരിക്കുന്നത് എന്ന്, ഇൻ കേസ് ബ്രസ്റ്റിനോ അല്ലെങ്കിൽ ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസിനോ നാടി ഞരമ്പുകൾക്കാണോ അല്ലെങ്കിൽ ഹൃദയത്തിനാണോ എന്തിനാണോ മാറ്റർ അല്ലെ എന്തിനാണ് പ്രോബ്ലം സംഭവിച്ചിരിക്കുന്നത് എന്ന് MRI സ്കാൻ നടത്തുമ്പോൾ കൃത്യമായിട്ട് ഡോക്ടറിന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അതിന്റെ തുടർ ചികിത്സയ്ക്ക് വിധേയമാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? MRI സ്കാൻ എന്താന്ന്, ഈ CT സ്കാനും MRI സ്കാനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? CT എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഡോക്ടറിന് ഡിസൈഡ് ചെയ്യും ഇന്ന ഭാഗം അല്ലെ, MRI എന്ന് പറയുമ്പോൾ ഇന്ന ഭാഗം ഒന്നും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മൊത്തത്തില് പേഷ്യന്റിനെ മൊത്തത്തില് ഒരു സ്കാനിങ്ങിന് വിധേയമാക്കിയാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എടുത്തോടത്തോളം വരെ 35 വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുവരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, അപ്പൊ 35 വരെ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഓക്കെ ആണെന്ന് വയ്ക്കുന്നുണ്ട്. എന്തായാലും അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഓഡിറ്റും റെസ്പോൺസിബിലിറ്റീസും ലീഗലൊക്കെ എത്തിക്കലൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മാർക്കറ്റിംഗ് ചാപ്റ്ററിന്റെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്നും പറഞ്ഞ ടോപ്പിക് ഉണ്ട്. പിന്നെ ന്യൂ പ്രോഡക്റ്റ് ഡിസൈനിങ് ഉണ്ട്. ആ 2 ടോപ്പിക്ക്